നമ്മൾ ഇന്ന് വരെ കാത്തിരിക്കാത്ത പോലെ ഒരു മൺഡേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. നാളെ നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് 2026 റിസൾട്ട് പുറത്തു വരികയാണ്. ഇതിന് മുൻപ് ഒരിക്കലും ഇല്ലാത്തതുപോലത്തെ ഒരു 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 അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ഷൻ റിസൾട്ടാണ് ഈ വരാൻ പോകുന്നത്. തുടർഭരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ ഒരു തുടർഭരണം ഇതിന് മുൻപ് വന്നിരിക്കുന്നു. എന്നാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ജനവിരുദ്ധ വികാരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഭരണവിരുദ്ധ ജനങ്ങൾക്ക് ഒരു വിരുദ്ധ വികാരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് അടുത്ത ഇലക്ഷൻ 3ാം ഭരണത്തിലേക്ക് വേണ്ടിയിട്ട് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. വെക്കില്ലയോ എന്നുള്ള ഒരു ടെൻഷൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. 100-ലധികം സീറ്റുകൾ ജയിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു വാദം വരുന്നു. അതിന്റെ ഒപ്പം തന്നെ BJP എവിടെയും കാണാത്ത പോലെ BJP വരും. ബംഗാളിൽ എന്ത് സംഭവിച്ചു അതേപോലെ തന്നെ 14 സീറ്റ് വരെ കിട്ടും. പതിയെ ഒരു ഗ്രോത്ത് ഉണ്ടാവും. ആ 14-ൽ നിന്ന് 20 ആവും, 20-ൽ നിന്ന് 100 ആവും എന്നുള്ള രീതിയിലുള്ള പ്രചരണം അങ്ങനെ നടക്കുന്നു. എന്തായിരിക്കും നാളത്തെ ഈ ക്രൂഷ്യൽ മൊമെന്റിന് മുമ്പുള്ള നമ്മുടെ ഒരു സംഗ്രഹമാണ്? അതായത് ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് 2021 ഒരു സെറ്റിംഗ് മാറി വന്നതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു കൺഫ്യൂഷന് പോലും കാരണം. കാരണം ഇടതുപക്ഷം കോൺഗ്രസ് LDF UDF എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇത്രയും മാറി വരച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മളുടെ കൺസേൺ എന്തായിരിക്കും, ഇല്ലെങ്കിൽ ആൾക്കാർ ആലോചിക്കുന്നതും കണക്കൂട്ടുന്നത് എന്തായിരിക്കും, എത്ര വരെ ലീഡ് നില ഉയരാം, എത്ര വരെ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഏത് രീതിയിലൊക്കെ ആയിരിക്കും ഭരണവിരുദ്ധ തരംഗം ഇല്ലെങ്കിൽ വികാരം പ്രതിഫലിച്ചിട്ടുള്ളത്. ഇതായിരുന്നു ആകെ ഉണ്ടാവുന്ന ചർച്ചാ വിഷയം തന്നെ. കാരണം എങ്ങനെ പോയാലും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് കിട്ടാൻ പോകുന്നത്, കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു രീതി എന്നുള്ളതായിരിക്കും മുന്നിലുള്ള സംഭവം. പക്ഷെ ഈ 2021 ഒരു തുടർഭരണം എന്നുള്ളൊരു കൺസെപ്റ്റ് കേരളത്തിലേക്ക് വന്നതോടുകൂടി 2026 ഒരു ആശങ്ക. LDF ജയിക്കുമോ UDF ജയിക്കുമോ നോക്കുമ്പം കഴിഞ്ഞ തവണ ഒരു വലിയൊരു ഒരു വലിയ സംഭവം ഉണ്ടായി. ആ സംഭവം കേരളത്തിൽ ഒരു വലിയ സംഭവിച്ചൊരു വിസ്മയം. ആ വിസ്മയം 2026 ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് LDFന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ UDF പറയുന്നത് അങ്ങനെയല്ല. 10 വർഷം കൊണ്ട് ജനങ്ങൾക്ക് മടുത്തു, ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് ജനം നിങ്ങളെ പുറന്തള്ളും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് UDF. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിന്നിട്ട് ഞങ്ങളും ഈ ട്രാക്കിൽ ഞങ്ങൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ടീമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടാണ്. അതായത് 2 സീറ്റാണ് അവര് ഇപ്പൊ ചിത്രം പിന്നെ മാറി വന്നത്. BJPയുടെ കാര്യം നമുക്ക് ആദ്യം പറയുകയാണെങ്കിൽ ആദ്യം 10 സീറ്റിൽ വരെ പ്രതീക്ഷ വെച്ചിട്ട് BJP പിന്നീട് അത് വിശകലനങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പല സീറ്റുകളിലും പ്രതീക്ഷ ഇല്ലാതെയാവുന്നത് തന്നെയല്ല. 2 മണ്ഡലങ്ങളിൽ നേരത്തെ പ്രതീക്ഷ, നേരിയ പ്രതീക്ഷ, നേമവും കഴക്കൂട്ടം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ തന്നെ 140 സീറ്റുകളിലും ഏറ്റവും ഹോട്ട് സീറ്റുകളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന 2 സീറ്റുകൾ കഴക്കൂട്ടവും നേമമാണ്. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ത്രികോണ പോരാട്ടം നടക്കുന്ന പല സ്ഥലങ്ങളിലും ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു 30 മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. അതല്ലാതെ തന്നെ ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ എന്നാലും നേമവും കഴക്കൂട്ടമാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് പോയിന്റിലേക്ക് നിൽക്കുന്നത്. അത് BJP അതിന് വലിയ സാധ്യത പറയുന്നത് കൊണ്ടാണ്. V മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും അവിടെ ഒരുപക്ഷെ ജയസാധ്യത പറയുന്നത് കൊണ്ടാണ്. രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും വളരെ ആത്മവിശ്വാസത്തിലാണ്. കഴക്കൂട്ടത്ത് V മുരളീധരൻ എന്തുവന്നാലും ജയിക്കും. പക്ഷെ തിരിച്ചു ഇപ്പുറത്തും മോശമായിട്ടുള്ള റെസ്പോൺസ് ഒന്നും അല്ല വരുന്നത്. ഇപ്പൊ ശബരിനാഥ് ആണെങ്കിലും റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഞാനും ജയിക്കാനാണ് മത്സരിച്ചത്, അല്ലാതെ ഞാൻ വെറുതെ പോയി മത്സരിച്ചതല്ല. അത് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ആളാണ്. ജയിക്കുമോ ഇതാണല്ല. പക്ഷെ ഇപ്പൊ ശിവൻകുട്ടിയെക്കാളും അവിടെ ഒരുപക്ഷെ എഡ്ജ് ഉണ്ടാവാൻ സാധ്യത എപ്പോഴും ശബരിനാഥും നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. ശബരിനാഥും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള മത്സരത്തിൽ ആര് മുന്നോട്ട് നിൽക്കും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ തവണ കിട്ടിയ ഞാൻ പറഞ്ഞില്ലേ, നാടാർ വോട്ടുകൾ, ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ, ആ രീതിയിൽ ഒരു കൺസോളിഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും? അത് UDFിലേക്കാണ് കൂടുതലും പോയിട്ടുള്ളെങ്കിൽ UDFിനാണ് കുറച്ചുകൂടെ. സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ജയസാധ്യത കുറയുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട്. എന്നാൽ കഴക്കൂട്ടത്തെ ഇതേമാതിരി കടകംപള്ളി സ്ട്രോങ് ആയിട്ട് അവസാനം നിമിഷമെങ്കിലും ചെറിയ വോട്ട് എന്നെങ്കിലും ജയിക്കും, ഇല്ലെങ്കിൽ ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കുമെന്നുള്ള അദ്ദേഹത്തിന് കടകംപള്ളി നിൽക്കുന്നത്. അപ്പൊ ഈ 2 സീറ്റുകളൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ മറ്റു സീറ്റുകളിലാണെങ്കിൽ ഇപ്പൊ LDFനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ മുഖ്യമന്ത്രി അവിടുന്ന് തുടരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. പുള്ളിയുടെ ആയിട്ടുള്ള സ്റ്റൈലില് അപ്പൊ മുഖ്യമന്ത്രിയുടെ ഒരു മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ പോയി എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ സ്ഥലം തിരുവനന്തപുരത്ത് നിന്ന് മാറുന്നു. പക്ഷെ അപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ എന്താണ്, ഒരു 70, 75, 80 സീറ്റുകളൊക്കെ കിട്ടി LDF വീണ്ടും തിരിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത്. UDF ക്യാമ്പാണെങ്കിൽ VD സതീശൻ എത്രയാണെന്ന് പറയാൻ പോലും നിൽക്കുന്നില്ല.
ഇനിയിപ്പോ നാളെ വരട്ടെ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം തീരുമാനിക്കാമെന്നുള്ള അത്രയും കോൺഫിഡൻസിലാണ് കേരളത്തിൽ. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കാനില്ല, 100-ൽ നിന്ന് ഒരു സംഖ്യ പോലും പിന്നോട്ട് മാറാതെ 100-ൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും. അപ്പം ഏത് തരത്തിലേക്കാണ് ഇതിന്റെ വിധി? ഞാൻ പറയുന്നത് 2020 മുമ്പുള്ള ഒരു ചിത്രം നോക്കിയാൽ നമുക്കിത് കുറച്ചുകൂടി ഈസിയാണ്. എങ്ങനെയായിരിക്കും സീറ്റ് നിലയിൽ എത്ര വ്യത്യാസം വരും എന്നുള്ള സംഭവം. പക്ഷെ 2020 ഒരു ചിത്രം നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ 2026 അളക്കുന്നത്. അതുവരെയുള്ള കേരളത്തെ കുറിച്ചല്ല. അപ്പൊ അത് വരുന്നതുകൊണ്ട് നമുക്കിത് ഏത് തരത്തിൽ മാറും എന്ന് പറയാൻ പറ്റില്ലെങ്കിലും UDF തന്നെയാണ് എല്ലാ മത്സരങ്ങളും വന്ന സമയത്ത്. പക്ഷെ BJP ആകെ 14 സീറ്റൊക്കെയാണ് ഇപ്പൊ അവസാനം വന്ന് ചാടിക്കുക. അതോടുകൂടിയാണ് ഇവരുടെ പ്രതീക്ഷകളൊക്കെ പലരും BJP നേതാക്കളൊക്കെ ഉൾപ്പെടെ പറയുമ്പോഴും 0 മുതൽ 14 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യത പിന്നെയും പഴയ കണക്കിലൊക്കെ തിരിച്ചു വരുവാണ്. അപ്പം തിരുവല്ലയിലൊക്കെ അനുപരണീയ കിട്ടാൻ സാധ്യത എന്നുള്ള രീതിയിലുള്ള ചർച്ചകള് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം പക്ഷെ പാലക്കാട് മഞ്ചേശ്വരമൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ മഞ്ചേശ്വരത്തൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മഞ്ചേശ്വരത്തും ഒക്കെ പ്രശ്നമായിട്ടുള്ളത് SIR തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ കഥാപാത്രം എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ബാക്കി എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ SIR തന്നെയാണ് അവിടെ ശരിക്കും. കാരണം സത്യത്തിൽ ഈ മുസ്ലിം വിഭാഗത്തെയും ദളിത് വിഭാഗങ്ങളിലേക്ക് ബംഗാളിലൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പൊ അത്തരം ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് SIR നടപ്പാക്കിയെന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്ന സമയത്തും ശരിക്കും കേരളത്തിൽ അത് ആ രീതിയിലല്ല നടന്നിരുന്നത്. ഇടുക്കിയിലെ അത് നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചതാണ്. ഇടുക്കിയില് ഈ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ SIR വഴി ഇരട്ട വോട്ടുകളും അപ്പം എങ്ങനെയാണ് സാധ്യതകൾ മാറാൻ സാധ്യത, അവിടെ എങ്ങനെയാണ് UDF അനുകൂലമായ സാധ്യതയുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത്. ഇതേ അവസ്ഥ തന്നെയാണ് മഞ്ചേശ്വരത്തുള്ളത്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് അത്തരം സാധ്യതകളൊക്കെ അവിടെ തള്ളിപ്പോവാനാണ് സാധ്യത. പിന്നെ ഉള്ളത് യഥാർത്ഥത്തിൽ ഈ രണ്ട് മണ്ഡലം നമുക്ക് അപ്പോഴും BJPക്ക് ഒരു സാധ്യത കൽപ്പിച്ച് കൊടുക്കാം. 0 മുതൽ 2 തന്നെയാണ് നമുക്ക് കൊടുക്കാൻ സാധ്യതയുള്ളത്. പിന്നെയുള്ളത് ഈ LDF-ന്റെയും UDF-ന്റെയാണ്. രണ്ട് ക്യാമ്പുകളും വളരെ UDF KPC ആസ്ഥാനത്ത് പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞു. അത് മാത്രല്ല അവര് വേണ്ടിട്ട് ബിരിയാണി വെക്കുന്ന ചെമ്പ് വരെ നോക്കി കഴിഞ്ഞ ആളുകളാണ്. അപ്പം എല്ലാരും പക്ഷെ ഇപ്പൊ LDF അങ്ങനെ പുറത്ത് CPM ഒക്കെ അങ്ങനെ പുറത്ത് പറയുന്നുണ്ടെങ്കിൽ കൂടി CPM-ന്റെ ഉള്ളിലുള്ള വിലയിരുത്തലുകളും അവരുടെ പാർട്ടിക്കുള്ളിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ ഏകീകരണം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. അത് ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാർട്ടിയുടെ പോസിറ്റീവായിട്ടുള്ള രീതിയിലല്ല അവർ സംസാരിക്കുന്നത്. കാരണം എപ്പോഴും ന്യൂനപക്ഷ ഏകീകരണത്തെ കുറിച്ച് സംസാരിക്കുമ്പം അതിപ്പം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന എന്തോ ഒരു കാര്യത്തെ കുറിച്ച് അങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്, അപ്പം നമുക്ക് അതുകൊണ്ട് ചിലപ്പോൾ കിട്ടിയേക്കില്ല എന്ന് പറയുന്നവരെ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ട്. അത് ആർക്ക് ഗുണകരമാകും എന്നുള്ളതാണ് അവർ പറയുന്നെങ്കിൽ കൂടി അങ്ങനെ ഒരു സംഭവം ഉണ്ട്. വടക്കൻ ജില്ലകളിലും മുസ്ലിം വിഭാഗത്തിന് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാകുന്ന ഏകീകരണം ഉണ്ടാകുമ്പോൾ തെക്കൻ ജില്ലകളിൽ ഈ ക്രിസ്ത്യൻ ബെൽറ്റിൽ ഉണ്ടാകുന്ന ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊരു പക്ഷേ വിജയപ്രതീക്ഷയെ കുറച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി CPM-ന്റെ വിശകലനമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ MLA-മാരുടെയൊക്കെ മികവ് കൊണ്ട് രക്ഷപ്പെട്ട് പൊതുവെ MLA-മാർക്കൊക്കെ നല്ലൊരു പേരാണ്. അത് ഒരു പക്ഷേ പോസിറ്റീവായിട്ട് വരികയും അത് വിജയ സാധ്യതയിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. പിന്നെ സർക്കാരിനോട് സർവേ ഫലങ്ങളൊക്കെ കാണും, എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കാണുന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം കാണുന്ന സമയത്ത് അത് ശരിക്കും ഒരു UDF-ന് അനുകൂലമായിട്ടൊരു തരംഗമെന്നോ ഒരു ഭരണവിരുദ്ധ വികാരമെന്നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇടതുപക്ഷ ഈ ഭരണത്തോട് വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് CPM-ന്റെ പ്രതീക്ഷ. പക്ഷെ UDF പരിപൂർണമായിട്ടും ഉള്ള ഒരു വിശ്വാസത്തിലാണ് ഇതൊന്നുമല്ല കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം, പലരും നമ്മളെ വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു വലിയ ഭൂരിപക്ഷത്തിൽ, അതായത് നമ്മൾ ഈ എക്സ്പെക്ട് ചെയ്യാത്ത ഭൂരിപക്ഷത്തിൽ, അത് ഇതിൽ നിന്ന് നമ്മൾ വീണ്ടും പറയുന്നത് CPM-ന്റെയും BJP-യിൽ നിന്നും ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്നുണ്ടാകുന്ന ചോർച്ച, ആ വോട്ടുകളുടെ അടിയൊഴുക്ക്, ഇതെല്ലാം ഏത് തരത്തിൽ പോകുമെന്നറിയില്ല. പക്ഷെ നമ്മളൊരു അനാലിസിസ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അടിയൊഴുക്ക് ഉണ്ടാവുകയാണെങ്കിൽ കേരളം മുഴുവൻ ഒലിച്ചു പോകുന്ന രീതിയിലേക്ക് UDF ഒരു വലിയ വിജയത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. എന്താണെങ്കിലും ഞാൻ കരുതുന്നത് നമുക്കിനി വളരെ കുറച്ച് മണിക്കൂറുകൾ നമ്മൾ ഈ എണ്ണിക്കൂട്ടി ഇത്രയും ദിവസം കരുതി കൂട്ടി വെച്ചതെല്ലാം കഴിയാറാവുന്നത്. നമുക്കിനി മണിക്കൂറുകൾക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റും അല്ലേ? മെയ് 4-ന്
പുലരുന്നത്. അതെ. എന്ത് വാർത്തയും കൊണ്ടാണ്, ഇല്ലെങ്കിൽ മെയ് 4 എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇത്രയും കാലം ഹർഷയ്ക്ക് ഓർമ്മയുണ്ടല്ല, മെയ് 4 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർമ്മ വന്നുകൊണ്ടിരുന്നത് TP ചന്ദ്രശേഖരന്റെ മരിച്ച ദിവസമാണ്. അപ്പം അങ്ങനെ ഒരു ദിവസത്തിൽ മറ്റൊരു കേരളത്തിലൊരു ജനവിധി ഉണ്ടാവുകയാണ്. അതെന്താവും എന്നുള്ളതും കൂടെ നമുക്ക് കൃത്യമായി നോക്കിക്കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ആ രീതിയിൽ TPയുടെ മരണ ദിവസം തന്നെ ഉണ്ടാകുന്ന വിധി കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഇനിയുള്ള കേരളമൊക്കെ പറഞ്ഞ പോലെ ഒരു യാദൃശ്ചികതയാണോ ഇത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടതെന്ന് തോന്നുന്നു. അത് നാളെയാണ് എന്റെ അന്തിമോദീകരിക്കുന്നത്. എന്ത് തന്നെ ആയാലും അത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും രസകരവും അതേപോലെ തന്നെ ക്രൂഷ്യലും ആയിട്ടുള്ളൊരു മൊമെന്റ് ആണെന്നാണ് മുൾമുനയിൽ നിന്നൊരു തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് എല്ലാ കാറ്റഗറീസ് ഓഫ് പീപ്പിളും റെഡിയാണ്, അറിയാൻ ക്യൂരിയസ് ആണ്. ബിജെപിയും കോൺഫിഡന്റ് ആണ്, ഞങ്ങൾക്ക് കിട്ടിയിരിക്കും, തുറന്നിരിക്കും എന്നുള്ള കോൺഫിഡൻസ് ആണ്. അപ്പൊ ഈ കോൺഫിഡൻസ് എന്താന്ന് നാളെ വരെ കാത്തിരിക്കേണ്ട അത്യാവശ്യം. ആത്മവിശ്വാസത്തിനാണ് കൂടുതൽ മാർക്ക് നമുക്ക് നാളെ കാണാം.